ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 2 എല്ലാ കുഞ്ഞു മക്കളും സ്കൂളിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റോടെ കൂടി ആയിട്ടോ ഉറങ്ങി എണീക്കുക. അങ്ങനെ ഞാനിതാ രാവിലെ തന്നെ കിച്ചൺ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് നേരെ മിഷുപ്പിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മിഷുപ്പിനെ ആദ്യത്തെ വിളിയിൽ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകാനുള്ള ഒരു സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു. വേഗം എണീറ്റ് നല്ല ഫ്രഷപ്പൊക്കെ ആയിട്ട് വേഗം വന്നിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. നല്ല പുട്ടും പൂളക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം ഇനിതാ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല കുഞ്ഞ് മേക്കപ്പൊക്കെ ചെയ്ത് ആദ്യമായിട്ട് നമ്മൾ 1ാം ക്ലാസ്സിലേക്കാണെങ്കിലും 10ാം ക്ലാസ്സിലേക്കാണെങ്കിലും ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണല്ലോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെയാണല്ലോ എല്ലാവരും ഇപ്പോൾ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിതാ എൻ്റെ മോളെയും അതുപോലെ സുന്ദരിയാക്കി മാറ്റുകയാണ്. നല്ല ഹെയർ പിന്നൊക്കെ വെച്ച് നല്ല ഹെയർ ബോസൊക്കെ വെച്ച് സുന്ദരിയായിട്ട് വേണം പോകാൻ. എന്തായാലും സ്കാർഫ് ഇടുമ്പോൾ ചെറുങ്ങനതാവെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതുക്കെ സ്കാർഫ് വരിക മതിയെന്ന്. കാരണം മദ്രസയിൽ പോയിട്ടാണല്ലോ നേരെ സ്കൂളിലേക്ക് പോകാൻ. അങ്ങനെ ഞാനിത് റെഡിയാക്കി നല്ല ഹെയർ ബോക്കെ വെച്ച് കൊടുത്ത് ഇനി കുഞ്ഞായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്യുക. ഓവറൊന്നുമില്ല, ഒന്ന് കണ്ണ് എഴുതി കൊടുക്കാം, കുറച്ച് പൗഡർ ഇടുക, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം മദ്രസയിലേക്ക് നമ്മൾ അങ്ങനെ ഒന്നും വാരി വലിച്ചിട്ടിട്ട് പോകാൻ പാടില്ലല്ലോ. നമ്മൾ കല്യാണത്തിനൊന്നും ഇല്ലല്ലോ, പഠിക്കാനാണല്ലോ പോകുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ ഞാൻ കുറച്ച് കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ഓർത്തത് ഞാൻ മുഖദാർ MMHലാണ് കേട്ടോ പഠിച്ചത്, 1 to 4th സ്റ്റാൻഡേർഡ് വരെ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ആ സ്കൂളിലേക്ക് പോയ ആ ഒരു മെമ്മറി ആയിട്ടോ എനിക്ക് പെട്ടെന്ന് വന്നത്. അങ്ങനെ ഞാനിങ്ങനെ അതൊക്കെ ആലോചിച്ച് കൊടുത്തിട്ടാണ് മിഷുപ്പിനെ ഇങ്ങനെ റെഡിയാക്കുന്നത്. പിന്നെ ഇതാ മിഷുപ്പിക്ക് നേരെ മദ്രസയിലേക്ക് പോകാൻ വേണ്ടി സ്കാർഫൊക്കെ റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഇതാ മിഷോളും റഫാനും മിഷുപ്പിനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാവരും റെഡിയായി ഇന്ന് പുതിയതായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും കൂടി നടന്നു പോകണം. ഇനി എനിക്ക് വേറെ പണികൾ എന്താണെന്ന് വെച്ചാൽ എനിക്കും ഹൈസക്കും നേരെ സ്കൂളിലെത്തണം. അതിന് മുന്നേ ഹൈസനെ ഞാൻ വേഗം എണീപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി ഇനി ഞാനും വേഗം തന്നെ എല്ലാ ഡ്യൂട്ടീസൊക്കെ ഒന്ന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. സ്കൂളിലേക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ റെഡി ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. മിഷുപ്പിക്കും ഹൈസക്കോ എവിടെ പോകണമെങ്കിലും വല്യമ്മച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴേട്ടോ മിഷുപ്പിൻ്റെ ഫ്രണ്ടിനെയും അമ്മനെയും കണ്ട്. മിഷുപ്പിൻ്റെ ക്ലാസ്മേറ്റാണ് ദേവമിത്ര. അങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ കഥയും പറഞ്ഞ് നേരെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മദ്രസ വിട്ടിട്ട് നമ്മുടെ കുട്ടീസ് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും മദ്രസയും കഴിഞ്ഞ് നേരെ ഇനി സ്കൂളിലേക്കാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ആ ഒരു ഫ്രണ്ടൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നേ, നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഉള്ളിലാണെങ്കിൽ ഫുള്ള് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ ടീച്ചേഴ്സ് എല്ലാവരും ഡെക്കറേഷൻ ചെയ്യുന്ന തിരക്കിലായിരുന്നേ. അപ്പോൾ അവിടെ നമ്മുടെ സിന്ധു ടീച്ചറൊക്കെ എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ട് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അങ്ങനെ കയറി ചെന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇതുവരെ മിഷുപ്പിന്ന് അവളെ 3ാം ക്ലാസ്സിലേക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് 2 ഫ്രണ്ട്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഒരു ന്യൂ അഡ്മിഷനാണ്. അങ്ങനെ അവരെയൊക്കെ കണ്ട് ഇനി പരിചയമൊക്കെ പെട്ടിട്ട് വേണം ഇനി സന്തോഷമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ ഇതുവരെ 3ാം ക്ലാസ്സിലായതുകൊണ്ട് എപ്പോഴും അവരവിടെ തന്നെ ആയിരുന്നു. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മിഷുപ്പിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. ആ ഒരു മെമ്മറി പുതുക്കാൻ വേണ്ടി കുറേ സമയം അവർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബലൂണൊക്കെ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് കണ്ടപ്പോൾ ഹൈസക്ക് ഒരു വിറയലായിരുന്നു, കാരണം ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് സ്വാതി മിസ് വേഗം ഒരു ബലൂണൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അരിഷ മിസ്സാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിലേക്ക് വരാമെന്ന് പറഞ്ഞ് നേരെ പിന്നെയും മിഷുപ്പിൻ്റെ ക്ലാസ്സിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. മാഷിന് അവിടെ അല്ലറ ചില്ലറ പരിപാടികളുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു. 1ാം ക്ലാസ്സും അതുപോലെ കളർഫുൾ ആവട്ടെ എന്ന് നമുക്കിങ്ങനെ ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങും. 1ാം ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ പുതിയതായിട്ട് കുറേ വന്നിട്ടുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കണ്ട് അവിടുന്ന് എല്ലാ കുട്ടീസൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നേ. നേരെ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ഒരു സൈഡിലുള്ള അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ, അതായത് ഇനോഗ്രേഷനും നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ ഫംഗ്ഷൻ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ചെയറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടാണ്. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ നേരെ മിഷുവിൻ്റെ ക്ലാസ്സിലേക്കാണ് പോയത്. കാരണം എല്ലാ കുട്ടീസും അവിടെ എത്തി എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അവർ പഴയ നമ്മളെ കുറച്ച് 2 മാസം വെക്കേഷൻ്റെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് മിഷുപ്പിൻ്റെ പുതിയ ക്ലാസ് ടീച്ചർ, ഇത് സഹല മിസ്. അതുപോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മിസ്സായതുകൊണ്ട് എനിക്ക് അത്ര ഒരു പരിചയമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അറിയുന്ന മിസ് തന്നെ ആയതുകൊണ്ട് അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ എല്ലാവരും ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലേ നടന്നിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ തന്നെയുള്ള
ആമ്പൽക്കുളമാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ കിച്ചൺ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ പായസത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറും സാമ്പാറും ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് മിനുക്ക് പണികളിൽ ടീച്ചേഴ്സും അവിടെ എൻഗേജ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയി പായസമൊക്കെ ഒന്ന് നോക്കി അവിടുത്തെ ദാസായിട്ടിനോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ഹോളിലേക്ക് നടന്നു പോകണം. അപ്പോൾ ടീച്ചറും കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് പിന്നെ കൂടുതൽ സംസാരിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ഹോളിലെത്തുമ്പോഴേക്കും അവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടീസും പിന്നെ കുറേ പാരൻസും എല്ലാവരും ടീച്ചേഴ്സും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫംഗ്ഷന് ഇനോഗ്രേഷൻ ചെയ്യുന്നത് നമ്മുടെ വാർഡ് മെമ്പർ സെമീറത്താത്താണ് കേട്ടോ. അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ LKG-യിലേക്കുള്ള പുതിയ കുഞ്ഞു കുട്ടികളും LKG-യും UKG-യും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കുറേ കുട്ടികളാണ് കേട്ടോ. അവരൊക്കെ ടീച്ചേഴ്സ്, ആ 2 ടീച്ചേഴ്സാണ് നമ്മൾ LKG-യിലെ UKG-യിലെ ടീച്ചേഴ്സ്. അവർ നേരെ ഹോളിലേക്ക് കയറ്റി ഇരുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ പുതിയ കുട്ടീസിനൊക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഹോളിലേക്ക് കയറി വേഗം ഈശ്വര പ്രാർത്ഥനയിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈശ്വര പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷം പിന്നെ ടീച്ചർ എല്ലാവരെയും നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ പുതിയ കുട്ടികളെ അറിവിൻ്റെ അക്ഷരലോകത്തേക്കുള്ള പുതിയ കുട്ടികളാണല്ലോ, അവരെയും ടീച്ചർ നല്ല ആർദ്രവമായിട്ട് തന്നെയാണ് കേട്ടോ നല്ല സ്വാഗതമൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പിന്നെ നമ്മളെ ഇനോഗ്രേഷനും പിന്നെ അതുപോലെ തന്നെ ആശംസ പറയാനും അധ്യക്ഷനൊക്കെ ആയിട്ടുള്ള ആൾക്കാരും എല്ലാ കാര്യങ്ങളും ഫംഗ്ഷനൊക്കെ വളരെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സെമീറത്ത അതുപോലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയും കൊണ്ടാണ് ആ ഒരു ഇനോഗ്രേഷൻ ഭംഗിയായിട്ട് നിർവഹിച്ചത്. അതുപോലെ നമ്മുടെ മാനേജറാണ് ഇന്ദിര മാഡവും കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറഞ്ഞ് ആശംസയും ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ സ്വീറ്റ്സ് കൊടുക്കാനുണ്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ ആയിരുന്നു, നല്ല പേടായിരുന്നു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹൈസാപ്പുമൊക്കെ ടീച്ചർ അതിലേ പോകുമ്പോൾ തന്നെ കൈ കാട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഹൈസാപ്പൂന് 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെതും ഹൈസ തന്നെ പിന്നെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ടീച്ചേഴ്സൊക്കെ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള കുറച്ച് പരിപാടികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കൊക്കെ വന്ന പുതിയ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഒരു നമ്മുടെ സ്കൂളിൻ്റെ വക തന്നെയായിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ പേര് വിളിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ സെമീറത്താത്തയും ഇന്ദിര മാഡം കൂടിയാണ് കേട്ടോ ഈ ഓരോരോ ഗിഫ്റ്റും ഓരോ കുട്ടികൾക്കും കൊടുക്കുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പം ഈ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ ഈ ഒരു ഗിഫ്റ്റ് കൂടി കിട്ടുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാ കുട്ടികളെ മുഖത്തും കണ്ടത്. പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും, ഇപ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് കുട്ടികൾ വരുന്നത്. എന്തായാലും ഈ വർഷം നല്ല സന്തോഷകരമായിട്ട് അവർക്ക് മുന്നോട്ട് പോട്ടെ എന്ന് പ്രത്യേകമായിട്ടൊരു ആശംസകൾ നമ്മൾ കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ ഈ ഫംഗ്ഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് അവസാനിച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞിട്ട് എനിക്ക് വേഗം ഓഫീസിലേക്ക് പോകാനുണ്ടായതുകൊണ്ട് ഞാൻ ഐസക്ക് വേഗം ഒരു ഗ്ലാസ് പായസം മേടിച്ച് കൊടുത്ത് നേരെ ഓഫീസിലേക്ക്, അത്രയേ ഉള്ളൂ.